ഗോപി കൊള്ളാം. പോണേ. സോളോ ട്രിപ്പ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വിടുവോ സോളോ ട്രിപ്പ്? അല്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷം പറ്റിയിട്ടില്ല, വിടായൊന്നുമില്ല. പോയില്ല. അതെ. Who says I am sorry even when it's not their mistake? Who is more dramatic? ഹലോ, പ്രേക്ഷകർ പറയും ഞങ്ങളിൽ ആരായിരിക്കും കൂടുതൽ ഡ്രാമാറ്റിക്? അമീൻ ചേട്ടനാകാനാ സാധ്യത. നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നോളജബിൾ ആയിട്ടുള്ള പേഴ്സൺ ആരാണ്? സോളോ ട്രിപ്പ് ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ്. എനിക്ക് ബോറിംഗ്. ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് ഒരു അല്ല വീട്ടിൽ ചവിട്ടുന്നതും പോലെ ചവിട്ടണല്ലേ? ഈ സ്വീറ്റ് തന്നെയാണ് ക്യാമറ ഓഫ് ചെയ്തിട്ടു. എന്താ ഒരു ചിരി. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഗൈസ്, അടുത്തായിട്ട് നമ്മളൊരു സെഗ്മെന്റിലേക്കാണ് മൂവ് ഓൺ ചെയ്യുന്നത്. മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്ക് എത്ര പൊരുത്തം ഉണ്ടെന്ന് ഇവരെ ബോഡിയിൽ നമുക്ക് എഴുതിപ്പിച്ച് നോക്കാം. ഇന്ന് ഡസ്റ്ററൊക്കെ ഉണ്ട് കേട്ടോ. പൊരുത്തത്തിലൊന്നും കാര്യമില്ല. കണ്ണിട്ടാതിരിക്കാൻ വേണ്ടി മൊത്തം തെറ്റിച്ചെഴുതാന്നൊക്കെ ഉത്തരം പറയാൻ നിക്കരുത് കേട്ടോ. ആ നമ്പർ ഇറക്കും. ഓ, ഇനി പ്രഷർ വിചാരിച്ചോട്ടെ ഞങ്ങൾക്ക് പൊരുത്തമില്ല അതല്ലേ? അതെല്ലാം അറിയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, കാണിച്ചു കൊടുക്കല്ലോ കേട്ടോ, നോക്കിയൊന്നും എഴുതാൻ പാടില്ല കേട്ടോ. അമീന്റെ ക്യാരക്ടറിൽ ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പർട്ടിക്കുലർ കാര്യം. അമീൻ സ്വയം തന്നെ വിലയിരുത്തിക്കുന്നത്. ഓട്ടക്കണിട്ട് നോക്കല്ലോ കേട്ടോ. ഡയാൻ ചേച്ചി മറച്ചു പിടിച്ചോട്ടോ, കാണുന്നുണ്ട്. ചേച്ചി എപ്പോഴും പറയുന്നത് എന്റെ അമീൻ ഇതൊന്നും മാറ്റി. ഒറ്റ വാക്കിലാണ് എഴുതിയത്. ഓക്കെ എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഇനി മായ്ക്കാൻ പറ്റില്ല കേട്ടോ. തെറ്റാണോ? കറക്റ്റ് ആണോ? സ്മൈല് കിടണോ? കാണിച്ച് നിക്ക്. ആദ്യം എന്താ ഉത്തരം? രണ്ടുപേരും ഒരുമിച്ച് കാണിച്ച്. ഒരുമിച്ച് കാണിച്ച്. ക്ഷമയില്ലായ്മ. എല്ലാം പെട്ടെന്ന് വേണം, നടക്കുന്നു. ക്ഷമയില്ലായ്മ തന്നെ. ഒട്ടും ക്ഷമയില്ല. എന്താ ഒരു പർട്ടിക്കുലർ റീസൺ ഒട്ടുന്നില്ല. ചില കാര്യങ്ങളെ പെട്ടെന്ന് നടക്കണം, പെട്ടെന്ന് പോണം. കാരണം അത് കഴിഞ്ഞാൽ എന്റെ മനസ്സിൽ വേറൊരു പ്ലാൻ ഉണ്ടായിരിക്കും. അപ്പൊ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം അടുത്തത് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ. പിന്നെ ചെയിൻ റിയാക്ഷൻ പോലെയാണ്. മനസ്സിലായോ? ഒരുപാട് കാര്യങ്ങൾക്കുള്ള പൊട്ടിത്തെറിയായിരിക്കും പിന്നീട് കാണുന്നത്. കാരണം ഒന്ന് മുടങ്ങുമ്പോ എന്റെ 4-5 കാര്യങ്ങളും മുടങ്ങും. അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് തരും. ഫസ്റ്റ് ആൻസർ തന്നെ കറക്റ്റ് ആയിരിക്കുന്നു. വൺ റൂൾ യു ബോത്ത് ഫോളോ ഓൺ യുവർ ഫൈറ്റ്സ്. അതിപ്പോ എങ്ങനെ എഴുതാ? വൺ ഹാൻഡ് ഡിസ്റ്റൻസ് ആണോ? വഴക്കൊക്കെ കൂടിക്കാം, പക്ഷെ ഈ റൂള് നമ്മള് പാലിച്ചിരിക്കണം. ഏതാണ് ആ റൂള്? ഓക്കെ, എടുക്കാനോ? കാണിക്ക നോക്കട്ടെ. റൂൾ 2 റീകൺസിൽ കിടക്കുന്നതിന് മുന്നേ സോൾവ് ചെയ്തിരിക്കണം. അതന്നെയല്ലേ ഉദ്ദേശിച്ചിരിക്കുന്നത്? യെസ്, കറക്റ്റ്. സോൾവ് ചെയ്ത് പോകുന്നുണ്ടോ? ഓക്കെ, കറക്റ്റ്. ഇവരെന്താ തെറ്റിക്കാത്ത നിങ്ങള്? സാധനം വരട്ടെ, നീ പോരട്ടെ, അവസരം തരാം. ഡയാനയ്ക്ക് ഏറ്റവും ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആനിമലോ? ഓക്കെ, അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് ആക്കാം അല്ലേ? ഏറ്റവും ഫിയർ ഉള്ള ഒരു സാധനം. ഓക്കെ, കറക്റ്റ് ആയിട്ട് അറിയാവുന്ന തോന്നുന്നു. ഇംഗ്ലീഷ് മീഡിയം, ഞാൻ മലയാളം മീഡിയം ഉണ്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇരുട്ട്, ഡാർക്ക്നെസ്. വാവ്, ഇരുട്ട് പേടിയാ? അപ്പൊ അമ്മ ചേട്ടൻ ഒറ്റയ്ക്ക് എങ്ങനെ നിക്കും? ഫ്ലാറ്റിലൊക്കെ ലൈറ്റ് ഇടും. ഇരുട്ടാണ് പേടി, ലൈറ്റ് ഇടും. ഒറ്റയ്ക്കല്ല രണ്ടാണ്. അല്ല, രാത്രിയെ പുറത്ത് രാത്രിയാണല്ലോ. അല്ല,
ഞാൻ പെട്ടെന്ന് വേറെ എന്തോ വിചാരിച്ചു. ഓക്കെ 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 ഓക്കെ. അപ്പൊ പുറത്തിറങ്ങിയില്ല, എന്താവശ്യം വന്നാലും ഒറ്റയ്ക്ക്. ലൈറ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. കുഴപ്പമില്ല, സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ പിന്നെ എന്താ ഇരുട്ട് പെട്ടെന്ന് നമ്മള് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ പെട്ടെന്ന് കറണ്ട് പോയി, പെട്ടെന്നൊരു ഷോക്ക് അടിക്കും. എനിക്ക് രാത്രി എന്തെങ്കിലും വെളിച്ചം ഇല്ലാണ്ട് കിടന്ന് രാത്രി കിടക്കാൻ നേരത്ത് ലൈറ്റ് ഇട്ടിട്ടാണോ കിടക്കാറ്? ലൈറ്റ് സീറോ ബൾബോ സീറോ ബൾബ് അങ്ങനെ എന്തെങ്കിലും വെട്ടം വേണം. അമ്മിച്ചേട്ടനുണ്ടെങ്കിലും വെട്ടം വേണം. അല്ലല്ല അങ്ങനെയല്ല, എനിക്ക് പെട്ടെന്ന് ഡാർക്ക്നെസ്സിൽ നിന്ന് കണ്ണുറന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാല് അപ്പൊ അപ്പൊ എന്റെ അമ്മയാണേലും അമീനാണേലും ആളടുത്തുണ്ടെങ്കിലും ആളടുത്തുണ്ട് എന്ന് ഞാൻ അറിയുന്നവരെ ഞാൻ പാനിക് ആകും. സീരിയസ് ആയിട്ടുള്ള സോറി, ഞാൻ നേരത്തെ പറഞ്ഞതല്ല. സോറി എന്തിനാ? അല്ല, ഞാൻ ഒരു മണ്ടത്തരം ചോദിച്ചായിരുന്നു. അയ്യോ, ഇത് ഞാൻ ഇതിൽ ചോദിച്ചായിരുന്നു, അതെല്ലാം കുഴപ്പമില്ല. ഡയാന ബിഗ് ബോസിൽ വിളിച്ചിട്ടും പോവാത്തതിന്റെ മെയിൻ റീസൺ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ആയിരിക്കും. എന്താണ് ഇപ്പോ എന്നെ പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത ഇവിടെ ഒരാൾ ഒറ്റ വാക്കിൽ ഇംഗ്ലീഷിൽ ഇപ്പൊ അങ്ങ് പെടയ്ക്കും. ഇംഗ്ലീഷ് തന്നെയാണോ? കാണിച്ചേ. പുവർ ആറ്റ് ഉരുളക്കുപ്പേരി റിട്ടോർട്സ്. ഓഡിയൻസിന്റെ ഫീഡ്ബാക്ക് പേടിച്ചിട്ട് ഉരുളക്കുപ്പേരി പോലെ തിരിച്ചു പറഞ്ഞു. എനിക്കതങ്ങനെ ബുദ്ധിമുട്ടാണ്. എനിക്ക് തല്ലൂടാൻ ഞാൻ അത്ര ഗുഡല്ല. ഞാൻ ചിലപ്പോ പറയും, ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വിചാരിക്കും, അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ. ശരി, ഇങ്ങനെ പറഞ്ഞു. അത് ഞാൻ വിചാരിക്കാറുണ്ട്, അങ്ങനെ റിയാക്ട് ചെയ്യണമായിരുന്നു. എന്തിനാ അപ്പൊ റിയാക്ട് ചെയ്യാതിരുന്നേന്നൊക്കെ അല്ലേ എനിക്കും തോന്നിയിട്ടുള്ളതാണ്. നിങ്ങളുടെ കല്യാണത്തെ പറ്റി പലരും പറഞ്ഞു കേട്ടിട്ടുള്ള എന്നാൽ നിങ്ങൾക്ക് ചിരി വന്നിട്ടുള്ള ഒരു റൂമർ. നേരത്തെ ചോദിച്ചില്ല, ലവ് മാരേജ് എന്നാണ്. ലവ് മാരേജ് എന്നാണ് വിചാരിച്ചിട്ടുള്ള റിവീല് ചെയ്യാത്ത ഇതാണ് എല്ലാരും വിചാരിച്ചത്. പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യമില്ല. പക്ഷെ ഞങ്ങൾ എല്ലാരെയും ഞെട്ടിച്ചുകൊണ്ട് അമീനെ രംഗത്തിറക്കിയിരിക്കുന്നു. ആദ്യം ചേട്ടാ ചേച്ചി എന്നൊക്കെ, ഇപ്പൊ പേരൊക്കെ ലവ് മാരേജ്. അല്ല, ഞാനത് പറഞ്ഞ കാരണം ഞാൻ ഒരു സിംബോളിക് ആയിട്ട് ഇവരുടെ അറേഞ്ച് മാരേജ് ആണ് ഗൈസ്. അറേഞ്ച് കം ലവ് ആയിരുന്നു. ഓക്കെ, നമ്മളെല്ലാം വിചാരിച്ചു ലവ് മാരേജ് ആണ്. ഓക്കെ, അമീനെ ഇറിറ്റേറ്റ് ചെയ്യണമെന്ന് ഒരാൾക്ക് തോന്നിയാൽ എന്ത് ചെയ്താൽ മതി? അത് എനിക്ക് പറയാൻ തോന്നുന്നു. അയ്യോ, അല്ലാണ്ടൊന്നുമല്ല. അമീനെ ഇറിറ്റേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാ എഴുതിക്കോടെ. ഞാൻ പെട്ടെന്ന് എഴുതായിരുന്നല്ലേ. എനിക്ക് വൺ വേർഡ് കിട്ടണല്ലോ. അതല്ല സമാധാനായില്ലേ? സമാധാനായല്ലേ? പറഞ്ഞ സമയത്ത് കാര്യങ്ങൾ ചെയ്യാത്തത്. ഓക്കെ ഓക്കെ, ഇനി എഴുതാൻ പറ്റില്ല. ഇത് CBSE ഫസ്റ്റ് ഇത്ര വൃത്തിക്ക് മെയ്ഡ് ഫോർ ഈച്ച് അതർ ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ശരിക്കും ഇതാണ് റീസൺ, ഈ രണ്ടെണ്ണം. ഇതല്ല പറഞ്ഞ കാര്യങ്ങള് സമയത്ത് ചെയ്യാത്തല്ല റീസൺ. ഓക്കെ, ഉറങ്ങാൻ വിശക്കുമ്പോൾ ഫുഡ് കൊടുക്കരുത്. വിശക്കുമ്പോൾ ഫുഡ് കൊടുക്കരുതെന്നോ? കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ എന്നെ ഇറിറ്റേറ്റഡ് പോയി കഴിഞ്ഞാൽ നല്ല ഇറിറ്റേറ്റഡ് ആവും. അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് ചൂടാവൊക്കെ ചെയ്യുന്നത്. ഫുഡും പ്രശ്നമാണ്. ഇതും എന്നെ ബാധിക്കുന്ന ഒരു കാര്യം കേട്ടോ. ഒരു സാധനം പറഞ്ഞ് എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് ഇന്ന സമയം ഇന്ന കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് മാറുമ്പോ ബാഡ് അടിക്കും, ഭയങ്കരമായിട്ട് ഭ്രാന്ത് അടിക്കും. അത് മായ്ക്കാൻ അല്ല, ഇപ്പൊ ഇനിയിപ്പോ ഇറിറ്റേറ്റഡ് ആവുമ്പത്തിന് ഫുഡ് വേണോ, അത് ഉറങ്ങണോ, അങ്ങനെ ചോദിക്കോ? അല്ല, ദേഷ്യം വരുമ്പോ ചില സമയത്ത് ചോദിക്കും വിശക്കുന്നല്ലേ. ഞാൻ ചോദിക്കും വിശക്കുന്നുണ്ടല്ലേ, ഉറക്കം വരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോ അറിയാം. അതെ, ഉള്ളതാണ്. അടിപൊളി. ഓക്കെ, കാറ്റത്തെ കിളിക്കൂടെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ട് ഡയാൻ അമീനോട് പറഞ്ഞ ദ ഫസ്റ്റ് റെസ്പോൺസ്. അതിന്റെ വേറൊരു രീതി ചെയ്തിട്ടുണ്ട്. ബേബി കൊള്ളാം കൊള്ളാം കൊള്ളാമാണോ? അത് പോണേ എഴുതുന്നേ അത് ഏത് ലിപിയിലാണ്? അത് തന്നെ എഴുതിയാ പോരാ. രണ്ടുള്ള ഇത് ഭയങ്കര മറ്റേ മലയാളമായിരിക്കും, കൂട്ടശ്ശര മലയാളം. എനിക്ക് അറിഞ്ഞൂടാട്ടോ. ഞാൻ പഠിച്ചേക്കണ രണ്ടുള്ള വെള്ളത്തിന്റെ ഇല്ലേ,
ഇതുള്ള ആണെന്ന് അതുള്ള എനിക്കറിയില്ല അത്. ഞാനിപ്പോ ആ മറ്റേത് വായിച്ചാണ് ഞാൻ. വിദ്യാഭ്യാസം ഇല്ലാത്തൊരു 2 ആങ്കേഴ്സ്. ഒന്നുമല്ല. ഇത് പഴയ ലിപിയൊക്കെ ആയിട്ട് ഗാന്ധിജിയുടെ കാലത്തിലെ ലിപിയൊക്കെ ആയിട്ട് വന്നു. സോറി, ഞങ്ങൾ 90s കിഡ് തന്നെയാണോ? ഇത് 80s കിഡിന്റെ മലയാളമാണല്ലോ ഇങ്ങനെ. എന്റെ അമ്മച്ചൊക്കെ ഇങ്ങനെ എഴുതുന്നത്. പഴയ ആധാരമൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം ഇങ്ങനെ. അപ്പോട്ടെ, അറിയത്തില്ല എന്നിട്ട് മറ്റുള്ളവർക്ക്. ഓക്കെ, നെക്സ്റ്റ്. അമീൻസ് ഫേവറേറ്റ് ഫുഡ്. ഒപ്പിട്ടു. അത് കറക്റ്റ് ആയിരിക്കും, രണ്ടുപേരും ഒപ്പിട്ടിട്ടുണ്ട്. ഷവായി ചിക്കൻ, അതാണ് ഫേവറേറ്റ്. ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല, കടയിൽ നിന്ന് വാങ്ങി തന്നിട്ടുണ്ട്. അല്ല, റെസിപ്പി ഒക്കെ ഭയങ്കര പാടാന്ന് തോന്നുന്നല്ലേ. ഷവായിക്ക് മറ്റേ സാധനം വേണം, ഇങ്ങനെ കറങ്ങുന്ന സാധനം. ആ, അത് വേണല്ലേ. അതൊക്കെ ഭയങ്കര ഇതാ. ഞാൻ ഉണ്ടാക്കണം പറഞ്ഞാൽ ഞാൻ കൈ പിടിച്ച് ഇങ്ങനെ കറക്കി കൊടുക്കേണ്ടി വരും. എനിക്ക് മനസ്സിലായി. ആങ്കേഴ്സ് അസോസിയേഷൻ ഇറങ്ങൂട്ടോ, ഞങ്ങളെ കബൂറാക്കാൻ നിക്കല്ലേ. ഭാര്യയൊക്കെ ഓക്കെ. ഡയാനയുടെ വീട്ടില് ചൈൽഡ്ഹുഡ് ക്രഷ്. ആര് പേരറിയാം? ഒന്നാമത്തെ തവണ രണ്ടാമത്തെ തവണ അത് കൺഫ്യൂഷൻ ആയല്ലോ. ഫസ്റ്റ് ചൈൽഡ്ഹുഡ് ക്രഷ് എഴുതിക്കോ. ഇപ്പോഴത്തെ എഴുതരുത് കേട്ടോ. അതാ ഞാൻ പറഞ്ഞ ചൈൽഡ്ഹുഡ് ക്രഷ് എന്നാണ് ചോദിച്ചത്. അത് ഏത് ഹുഡിലാണ് അത് എനിക്ക് അറിയാം. ആ, ഡാനിയൽ റാഡ്ക്ലിഫ്. ഓക്കേ, ഇപ്പത്തെ ഹെൻറി കാവിൽ. ഹെൻറി കാവിൽ ഞാൻ പറയട്ടെ, ഇത് ഹെൻറി കാവിലിന്റെ മെസ്സേജ് ഒക്കെ അയച്ചേക്കണ്. എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പറയരുത്, എനിക്ക് കല്യാണം കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അങ്ങനെ അയച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ പുള്ളി സ്റ്റോറിയിൽ മെൻഷൻ ചെയ്തു. എന്താണ് സ്റ്റോറി എന്നും കൂടെ ചോദിക്കുക. കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ളവരെ അതില് മെൻഷൻ. അത് തന്നെ. അടുത്തതായിട്ട് മീ ഓർ യു സെഗ്മെന്റിലേക്കാട്ടോ പോകുന്നത്. ഹു പ്രിറ്റൻഡ്സ് ടു ലിസൺ ബട്ട് ആക്ച്വലി ഡസന്റ്. ആണോ? കേക്കൂലേ? കേൾക്കൂലെന്നല്ല, ചിലപ്പോ എന്റെ മൈൻഡ്, നിനക്ക് തന്നെ അറിയാലോ, മൈൻഡിൽ വേറെ എന്തെങ്കിലും ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ അപ്പൊ കുറച്ച് ഷോർട്ട് ആയിട്ട് പറഞ്ഞപ്പോ ചോദിക്കണം, കേൾക്കുന്നുണ്ടോ എന്ന് അല്ലേ? കേൾക്കാത്ത പ്രശ്നമാണ്. ഇതേപോലെ വേറെ എന്തെങ്കിലും മൈൻഡിൽ കൂടെ പോകണമെങ്കിൽ ഓക്കെ. ഡയാന എല്ലാം ലിസൺ ചെയ്യും. എല്ലാം ലിസൺ ചെയ്തിട്ട് ഉത്തരം പറയും. ഓക്കെ. ഹു ചേഞ്ചസ് പ്ലാൻസ് മോർ ഓഫൺ. നിനക്കും കൂടെ ബാധകമാണ് ഈ കൈ ചൂണ്ടൽ എന്നുള്ളത്. അതെ, ഞാനാണ് ഇങ്ങനെ ആക്കണോ? ശരി. ചേഞ്ചസ് എല്ലാം മാറ്റിക്കളയുന്നത് ഡയാന. ഞാൻ ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചാൽ ഒക്കെ പൊളിച്ച് പുതിയ പ്ലാൻ ആയിട്ട് വരും. അതെന്താറിയാവോ? അത് നമ്മൾ രണ്ടുപേരും 2 കാര്യം പ്ലാൻ ചെയ്യുന്നോണ്ടാണ്. മനസ്സിലായോ? ഓക്കെ. ഈ ട്രിപ്പൊക്കെ എങ്ങനെയായിരിക്കും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? ട്രിപ്പൊക്കെ പ്രീ പ്ലാൻഡ് ഒന്നും അല്ല. സ്പോട്ടിൽ പോകുന്നു. സ്പോട്ടേ നടക്കാറുള്ളൂ. അതെ. പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈമിനനുസരിച്ച് കിട്ടണമെന്നില്ല. ഹു സേസ് ഐ ആം സോറി ഈവൻ വെൻ ഇറ്റ്സ് നോട്ട് ദെയർ മിസ്റ്റേക്ക്. സത്യം ആരാ പറയുന്നത്? ഇവിടെയാണോ? ഹി സേസ് സോറി. സോറി കഥ പറയുന്ന തന്നെ മതി. ഇപ്പൊ മനസ്സിലായില്ലേ? ഇതൊന്നും വെറുതെ ഇങ്ങനെ ഒരെണ്ണം ഇങ്ങനെയാണെങ്കിൽ ഒരെണ്ണം ഇങ്ങനെ, ഇതാണ് നടന്നുകൊണ്ടിരിക്കണേ. ഒന്നും തെറ്റല്ല, എന്നാ പ്രശ്നം സോൾവ് ആയിക്കട്ടെ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രശ്നം. തെറ്റ് പറ്റിയിട്ടില്ലെങ്കിൽ സോറി പറയില്ല. സോറി പറയില്ല. ഡയാനയാണ് സമ്മതിക്കാറ്. അതെ, പ്രശ്നം അങ്ങ് സോൾവ് ആയി. അതെ. അത് ആരാണോ കറക്റ്റ് എന്ന് അറിയത്തില്ല. ഹു ഈസ് മോർ ഡ്രാമാറ്റിക് ഡ്യൂറിംഗ് ഫൈറ്റ്സ്? ഹലോ, പ്രേക്ഷകർ പറയും ഞങ്ങളിൽ ആരായിരിക്കും കൂടുതൽ ഡ്രാമാറ്റിക് ഫൈറ്റ് ചെയ്യുമ്പോ? അമീൻ ചേട്ടനാകാനാ സാധ്യത. കൊച്ചു മനസ്സിലായി. എനിക്കാണെങ്കിൽ ചിരി വരും. ഞാൻ ചിരിക്കാണ്ടല്ല മറ്റേ. എനിക്ക് തോന്നിയായിരുന്നു ദേവേ, ഇപ്പൊ സുധീഷും കൂടെ ആവുമ്പോ ഒരുപാട് നമ്പറുകൾ ഉണ്ടാവും. അവിടെ നിന്ന് കുറച്ചെടുത്തിട്ട് വരാനായി. ഞാൻ ഇങ്ങനെ ഇരിക്കും. ആണോ? അത്രയും ഡ്രാമയൊക്കെ കാണിക്കുവോ? ഞാനും
വെറുപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, അത് വേറെ കാര്യം. അതെ, സാധാരണ ലേഡീസ് ആണല്ലോ ഇങ്ങനെ ഡ്രാമ പറഞ്ഞ അങ്ങനത്തെ ഡ്രാമ ഇത് ലേഡീസ് കൈൻഡ് ഓഫ് ഡ്രാമ അല്ല, പൗരുഷമുള്ള ഡ്രാമ. അതാണ് വ്യത്യാസം. അപ്പൊ വലിയ രസമൊന്നും ഉണ്ടാവില്ല. അയ്യോ, ഹു കുഡ് സർവൈവ് ബെറ്റർ അലോൺ ഫോർ എ വീക്ക്? ഒരു വീക്ക് ഒറ്റയ്ക്ക് അടിപൊളിയായിട്ട് താമസിക്കാൻ പറ്റുന്ന ആർക്കാ? ഡയാനയ്ക്കാണ്. ഓക്കെ, അടിപൊളിയായിട്ട് അമീൻ വരുന്നതിന് മുന്നേ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു അല്ലെ എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്ത് ഷൂട്ടായാലും എല്ലാം മാനേജ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ കുഴപ്പമില്ല, ഇവിടെ ഒറ്റയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. എനിക്ക് പക്ഷേ ഒറ്റയ്ക്ക് പ്ലാനില്ലായിരുന്നു. അല്ല, എനിക്ക് ചിലപ്പോ സർക്കിളിനകത്ത് ഇരിക്കാൻ ഞാൻ അത് ഓപ്റ്റ് ചെയ്തിട്ട് പോകും. ഇതാകുമ്പോ ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങും. ഞാൻ മീ ടൈം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആളാ. മീ ടൈം ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഈ ഒറ്റയ്ക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇങ്ങനെ ട്രിപ്പ് പോവാ, സോളോ ട്രിപ്പ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്ക് സോളോ ട്രിപ്പ് ഇഷ്ടമല്ല. എനിക്കും ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് പോയിട്ടുണ്ട്. വിടുവോ സോളോ ട്രിപ്പ്? അല്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷം പറ്റിയിട്ടില്ല, വിടായൊന്നുമില്ല. പോവില്ല. പോവില്ല, പോ പിന്നെ പോവാണ്ട് സോളോ ട്രിപ്പ് പോണേ? പാവ ഇവിടെ കാത്തു നിൽക്കല്ലേ അല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് ആളെ തന്നെ കിട്ടുന്നില്ല എനിക്ക്. അപ്പൊ ബാക്കി ദിവസങ്ങൾ ഞാൻ എന്ത് ചെയ്യണം? നമ്മൾ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം. സോളോ ട്രിപ്പ് പോണേ ഞാനും പോകും. നിനക്ക് ഇഷ്ടമല്ലല്ലോ, അതാണ് നീ പറയാം. ഞാൻ ഗേൾസ് ട്രിപ്പ് പോകും. എനിക്ക് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, നമ്മൾ അവരുമായിട്ട് പോയിട്ട് വരും. സോളോ ട്രിപ്പ് ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ്. എനിക്ക് ബോറിംഗ്. നമ്മുടെ സൗകര്യത്തിന്, നമ്മുടെ ഇഷ്ടത്തിന്, നമുക്ക് വേണ്ട കാഴ്ചകൾ കാണാൻ, നമ്മുടെ മീ ടൈം പോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് സോളോ ട്രിപ്പ്. പാർട്ട്ണറെ കൊണ്ടായാലും എന്താ, നമ്മുടെ ഇഷ്ടത്തിനല്ലേ നിങ്ങൾ കാണുന്ന കാഴ്ചകൾ ഞങ്ങളെ കാണിക്കൂ. രാവിലെ 5 മണിക്ക് ഞാൻ ഇറങ്ങാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് 7 മണിയാവും ഇറങ്ങാൻ. ഞാൻ ഉദാഹരണങ്ങൾ പറയാൻ ഇങ്ങനെയാണ് എന്നല്ല, ഇത് ആരും ഇവിടെ ഉദ്ദേശിച്ച് പറയുന്ന തെറ്റിദ്ധരിക്കല്ലേ. അപ്പൊ നമ്മള് ഗേൾസിന് അത് വേറെ പ്രശ്നങ്ങളിലേക്ക് ഉദാഹരണം അങ്ങനെ. അപ്പൊ നമ്മുടെ 2 മണിക്കൂർ നമുക്ക് വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാനുള്ളത് അത് അങ്ങോട്ട് പോയി. ചില സമയത്ത് നമുക്ക് ചില സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ കുറെ നേരം ഇരിക്കാൻ തോന്നും. അത് ചില സാഹചര്യങ്ങൾ, ചിലപ്പോൾ കാട്ടിനകത്തൊക്കെ ഇരിക്കാൻ വേണ്ടി ഉള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കൂട്ടമായിട്ട് പോകുമ്പോൾ, സോളോ എന്നത് അല്ല എന്ന് ഉദ്ദേശിക്കുന്നത് കപ്പിളായിട്ട് പോകാന്നുള്ളതല്ല, കൂട്ടമായി പോകുന്നത്, ഒന്നിലേറെ ആൾക്കാരുണ്ടാവുമ്പോൾ. അതാണ് സോളോയും മറ്റും തമ്മിൽ വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. സോളോ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് പോകുന്നത്. ഞാൻ പറയുന്നത് സോളോ അല്ലാത്തതിന്റെ പ്രശ്നങ്ങൾ കപ്പിളായിട്ട് പോകുന്നതല്ല, ഒന്നിൽ കൂടുതൽ ആളുകൾ ഈ പ്രശ്നങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട്. ചിലപ്പോൾ നമുക്ക് ബ്രെഡ് ഓംലെറ്റ് കഴിക്കാനായിരിക്കും ആഗ്രഹം. നമ്മൾ ബ്രെഡ് ഓംലെറ്റ് കഴിക്കുമ്പോൾ കൂടുതലുള്ള ആൾക്ക് ചിലപ്പോൾ അവർക്ക് ബ്രെഡ് ഓംലെറ്റ് ഒന്നും പറ്റൂല, സ്ട്രീറ്റ് ഫുഡ് പറ്റൂല, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ അതിന് വേണ്ടിട്ട് സമയങ്ങൾ പോകും. ഇപ്പൊ ഒരാൾക്ക് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് വരാൻ വേണ്ടി 15-20 ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ മിനിറ്റ് എടുക്കും. ഇത് 10 മിനിറ്റ് സാധനം കഴിച്ചു. പിന്നെ ഒരു ഗ്രൂപ്പായിട്ട് പോകുമ്പോ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അതാണ് ഞാൻ പറയാം, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ട്രിപ്പ് പോകണം. എന്തിനാ? നമ്മുടെ ഇഷ്ടത്തിനാണ്, നമ്മുടെ സന്തോഷത്തിനാണ് ട്രിപ്പ് പോകുന്നത്. അതല്ലാണ്ട് മിണ്ടാനും പറയാനും. ട്രിപ്പ് പോയിട്ട് ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് ഒരു അല്ല വീട്ടിൽ ചവിട്ടുന്നതും പോലെ ചവിട്ടണല്ലേ? എന്തിനാണോ ഞാൻ തൊടാ? അല്ലേ, സോളോ ട്രിപ്പിന്റെ കാര്യം പറഞ്ഞാണേ. ഞാനിങ്ങനെ കഴിഞ്ഞ വർഷം ഒരു സോളോ ട്രിപ്പ് പോയായിരുന്നു. എന്റെ ആദ്യത്തേതും അവസാനത്തേതും വരുന്നത് എനിക്ക് അവിടെ മതിയായി. ഞാൻ പോയിട്ട് എനിക്ക് അത്യാവശ്യം നല്ല ബോറടി. പിന്നെ എനിക്ക് ഡൽഹിയിൽ ഒരു വിസയുടെ കാര്യം കൂടി, ഒരു കാനഡ വിസയുടെ കാര്യം കൂടി ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അതൊരു ട്രിപ്പായിട്ട് ഞാൻ എടുത്തു. അപ്പോ ഒരു ഹാഫ് ഡേ ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് മതിയായി, ബോറടിച്ചു തുടങ്ങി. പിന്നെ കുത്തബ് മിനാർ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ കുറെ ഫാമിലീസ് ഒക്കെ വരുന്നുണ്ട്. ഞാനൊരു സൈഡിൽ കൂടെ ഇങ്ങനെയൊക്കെ നടന്ന് നോക്കി നിന്ന് കുറെ വീഡിയോസ് ഇങ്ങനെ ഇടുന്ന ഞാൻ അവിടെ ഒരു തൂണിന്റെ അവിടെ ചാരുന്നു, ഞാൻ ബോറടിച്ച് നിൽക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു മലയാളി പരിചയപ്പെട്ടു. ഇപ്പം സെൽഫി ഒക്കെ എടുക്കുന്നത് നമ്മുടെ ഫോട്ടോ എടുക്കണമല്ലോ. സോ എനിക്ക് മലയാളിയിൽ നിന്ന് തോന്നിയ ഒരാളെ കണ്ടപ്പോഴത്തേക്കും ഞാൻ ക്യാമറ കൊടുത്തു, പുള്ളിന്റെ ഫോട്ടോ ഒക്കെ എടുത്തു. പുള്ളി ഞാൻ പരിചയപ്പെട്ടു. പുള്ളി ആക്ച്വലി സോളോ ട്രിപ്പിന് വന്നൊരു പുള്ളിക്കാരനാണ്. അപ്പൊ ആൾക്ക് എന്നെ മനസ്സിലായൊന്നുമില്ല. അപ്പൊ ഞാൻ തന്നെ പരിചയപ്പെടുത്തി, ഞാൻ പേര് ഇതാണ്, ആർട്ടിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ട് പിന്നെ വൈകിട്ട് റെഡ് ഫോർട്ടിൽ പോയി. ആക്ച്വലി പുള്ളിയും കൂടെ എന്നോട് ജോയിൻ ചെയ്ത്. എനിക്ക് ബോറടിച്ചു. ഞാൻ പറഞ്ഞു ഫ്രീ ആണെങ്കിൽ വന്നോളൂ. അപ്പൊ ഞാൻ ക്യാബ് ബുക്ക് ചെയ്തിട്ടാണ് പോയത്. പുള്ളി വന്നു. അപ്പം നമ്മള് റെഡ് ഫോർട്ടൊക്കെ കറങ്ങിയതിനു ശേഷമാണ് ഞാൻ പിന്നെ മണാലി പോയത്. പുള്ളി കയറ്റി വിട്ടിട്ടാ പോയത്. ആളി അടുത്തിടയ്ക്ക് ഒരു ഫേസ്ബുക്കിൽ സെയിം
കഥ പറഞ്ഞിട്ടൊരു വലിയ പോസ്റ്റ് ഇട്ടു. നിന്നെ അത് ഒത്തിരി പേര് പേര് വായിച്ചു. ഒരുപാട് പേര് അത് ആ പോസ്റ്റ് ഭയങ്കര റീച്ചായി. 1 വർഷത്തിൽ കൂടുതൽ ആകുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല. ആളുടെ ചെറിയൊരു ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫോണിലെ ക്യാമറ, വ്ലോഗറാന്നാ പറഞ്ഞത്. പക്ഷെ അന്ന് അത്രയും റീച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പുള്ളി ഇപ്പൊ അന്നത്തെ കഥകളും പോസ്റ്റൊക്കെ ഇപ്പം റൈറ്റപ്പ് ചെയ്തിട്ടിട്ട് കുറെ പേര് വായിച്ചു. അതിപ്പോ വൈറലായി. അതാണ് എന്റെ എന്താ പറഞ്ഞേക്കണെന്ന് ഏതർത്ഥത്തിലാ വൈറലായെന്നൊന്നും അറിയട്ടെ. പുള്ളി കാണ്ടും ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു കുറെ കാര്യങ്ങള്. ഞാൻ തന്നെ വയസ്സ് കിട്ടിപ്പോയി. ഞാൻ നോക്കുമ്പോ തൂണത്ത് ബോറടിച്ചു ഒരു കുട്ടി എന്നോട് ചോദിച്ചു ഒരു ലിഫ്റ്റ് തരുമോ ചേട്ടാ. സോളോ ട്രിപ്പ് മനസ്സിലായില്ലേ ഞാൻ ചോദിക്കുന്നത്? ഇത് മനസ്സിലായില്ലേ? സോളോ ട്രിപ്പിന് വന്ന പക്ഷെ എനിക്ക് ബോറടിച്ചു, പോരുന്നോ? അയ്യോ രസമായിട്ടുണ്ട് കേട്ടോ, ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഇനിയും പോണം അങ്ങനത്തെ ട്രിപ്പിന്. പക്ഷെ ഈ സോളോ ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിൽ അവിടെ കുറെ കണക്ഷൻസ് ഉണ്ടാക്കാറുണ്ടെന്ന് ഇങ്ങനെ ട്രെയിനിൽ കേറുന്നവര്, ഒരു പുതിയ ഫ്രണ്ട്, അങ്ങനെയൊക്കെ. നമ്മൾ സോളോ ട്രിപ്പ് പിടിച്ച് അങ്ങ് പോയി. ഓക്കെ ഹൂ സ്പെൻഡ്സ് മോർ മണി വിത്തൗട്ട് ടെല്ലിംഗ് ദ അതർ? കണക്ക് ചോദിക്കുന്ന ആരോടും ഇവിടെ പറയാതെ സ്പെൻഡിങ് മണി. സ്പെൻഡിങ് മണി എന്ന് പറഞ്ഞാൽ ഇപ്പൊ വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കുക, ഇന്നത് പറയണം എന്ന്, പിന്നെ സാധനം വേണം എന്ന് പറയുന്നതിനേക്കാളും മുമ്പ് തന്നെ സാധനങ്ങളൊക്കെ എത്തിച്ചു. അതാ ഞാൻ ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് എന്താ നീ വാങ്ങിയിട്ടുള്ളത്? ഇപ്പൊ മനസ്സിലൊക്കെ എന്നെ ഓരോ ക്വസ്റ്റ്യൻസ് കൊണ്ട് വരും മനസ്സിൽ. എനിക്ക് ആക്ച്വലി ക്വസ്റ്റ്യൻ റോങ് ആയിട്ടാ കിട്ടിയത്. ആരാ സ്പെൻഡ് ത്രിഫ്റ്റ് എന്ന് ചോദിച്ചോളൂ തോന്നി. ആരാ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കി കളയുന്നതെന്ന് അങ്ങനെയല്ലല്ലോ ചോദിച്ചത്. അങ്ങനെയല്ല ചോദിച്ചത്, ഇതിന്റെ ക്വസ്റ്റ്യൻ വേറെ രീതിയിലാണ്. അങ്ങനെ ഞാനിപ്പോ അത് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ധാരാളികളല്ല, ആൾക്കാരല്ല. ഇല്ല. ഞങ്ങള് അത്യാവശ്യം എന്താ പറയാ, സാമ്പത്തിക അച്ചടക്കം അല്ലെ, എക്കണോമിക്കലായിട്ട് അച്ചടക്കം നോക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ബ്രാൻഡ് ഇന്ന ബ്രാൻഡ് അങ്ങനെ ഒന്നുമില്ല. ലോങ് ലാസ്റ്റിക് ആയിട്ട് നല്ല സാധനമായിരിക്കും നോക്കി വാങ്ങുന്നത്. ലാസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കാം. പിന്നെ ചില നമ്മൾ ഫാൻസി ഐറ്റംസ് നമുക്ക് ഇങ്ങനെ നോക്കാൻ പറ്റില്ലല്ലോ. ഒരു ഡ്രസ്സ് ഭംഗി നോക്കി നമ്മൾ എടുക്കും, അത് രണ്ട് പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചീത്തയായി പോവായിരിക്കും. അങ്ങനെയൊക്കെ ഇപ്പൊ കുറെ വ്ളോഗ്സ് ഇങ്ങനെ ബോയ്സ് ആയാലും ഷൂസ്, ഷർട്ട്സ് എല്ലാം ബ്രാൻഡഡ് ആയിട്ട്, അല്ലെങ്കിൽ പെർഫ്യൂംസ്, അങ്ങനെ ഒന്നും നിങ്ങൾക്ക് അങ്ങനെ ക്രേസ് ഇല്ല. നല്ല സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട്, നല്ല സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യും. വാങ്ങിക്കും, അത് സ്പെഷ്യൽ ആയിട്ട് തോന്നും. Who gets jealous but never admits it? അഡ്മിറ്റ് ചെയ്യാറില്ല. മതി മതി എന്നും പറഞ്ഞോണ്ട് അതാണോ? അല്ലല്ല, അല്ല എനിക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാവാറുണ്ട്. കാരണം കാട് തീരും, കഥ പറഞ്ഞ് കാട് തീരുമ്പോ കാണിക്കും. ഞാനത് ഭയങ്കര ജലസ് അങ്ങനെയൊന്നും അല്ല. പക്ഷെ എന്നാലും എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഭയങ്കര നമ്മൾ കവറ്റ് ചെയ്യുന്ന കാര്യം കണ്ടു കഴിഞ്ഞാൽ, പിന്നെ നിങ്ങൾക്ക് ഓവർ പൊസസീവ്നെസ്സും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഈ ഒരു വേർഡ് വരാന്. Who is sweeter on camera and tougher at home? മോള് പറ. എനിക്ക് രണ്ടുപേര് ഹോമിലും സ്വീറ്റ്, ഇവിടെ സ്വീറ്റ്. എനിക്ക് അതിന് ടഫറായിട്ട് തോന്നിയില്ല. അങ്ങനെ ടഫൊന്നുമല്ല. അല്ല, ഈ സ്വീറ്റ് തന്നെയാണ് ക്യാമറ ഓഫ് ചെയ്തിട്ടു. എന്താ ഒരു ചിരി, നാണം വരുന്നു. അത് നാണം വരുന്നു. ക്യാമറ കഴിയുമ്പോ ഞാൻ തന്നെ ഇങ്ങനെ ഇരിക്കും. പെട്ടെന്ന് ദേഷ്യം വരുന്ന ആർക്കാണ്? അത് ഓൾറെഡി പറഞ്ഞു. ഓക്കെ, ഹൂ നീഡ്സ് മോർ അറ്റൻഷൻ? എന്താണ് പ്രശ്നം? സംസാരിക്കുന്നില്ല. ഇതിന്റെ ഉദ്ദേശം വിരല് ചൂണ്ടാന്നുള്ളതല്ലേ ഈ ഗെയിമിന്റെ? വേറെ സംസാരിക്കാൻ നമ്മുടെ അവസരമൊന്നുമില്ല, വിരല് ചൂണ്ടുന്നു. ഞാനല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് ഞാനല്ല. ഇവിടെയാണ് അറ്റൻഷൻ വേണ്ടത്. അയ്യോ സത്യം കൺഫ്യൂഷൻ ആണ്. നേരത്തെ അവളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്. ഇല്ല, രണ്ടുപേരെ സപ്പോർട്ട് ഇല്ല. ഒരു ക്വസ്റ്റ്യന് ഞാൻ ഡയനയുടെ ഭാഗത്ത് സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞാണ് കേട്ടോ, അല്ലാണ്ട് ഇവിടെ ആരും സപ്പോർട്ട് ചെയ്തല്ല. അറ്റൻഷൻ വേണ്ടത് രണ്ടുപേർക്ക്. ഇവിടെയാണ് കുറച്ചും കൂടെ. ഞാൻ സമ്മതിച്ചേരൂല, അത് ഞാൻ സമ്മതിച്ചു കൊടുക്ക. അറ്റൻഷൻ വേണം. ഓക്കെ, കണ്ട അറ്റൻഷൻ വേണം.
എപ്പോഴും കെയറിംഗ് ഒക്കെ ഇങ്ങനെ വേണം, എല്ലാം ചെയ്തു കൊടുക്കണോ എന്തൊക്കെയായിരുന്നു. എന്റെ പൊന്ന് കാര്യമല്ല സ്വയം ചെയ്യും, എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇവള് സമ്മതിച്ചായിരുന്നു ആ കാര്യങ്ങളൊക്കെ. അറ്റൻഷൻ എന്ത് അറ്റൻഷനാണ്? കെയർ അല്ലേ? കെയർ അത് വേണം. കെയർ എടുത്ത് പൊന്നായിട്ട് കൊണ്ടുവരുന്നു. ഞാൻ അതിനൊന്നും ഞാൻ ബ്ലഷ് അടിക്കുന്നു. എന്റെ മേൽ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിച്ച് എന്നെ തളർത്തി കളയാണ്. നല്ല കാര്യല്ലേ ഭാര്യയുടെ കെയറിംഗ് കിട്ടാന്ന് വെച്ചാൽ എന്ത് രസാ. ആ കെയറിംഗിന്റെ ഇങ്ങനൊക്കെ ഇരുന്ന ആളാ ഇപ്പൊ ഇങ്ങനെ കെയറിംഗ് നമ്പർ 1 കണ്ടോ. അതെന്താ ചെയ്യുന്നത്? റിംഗ് മാന്യത എന്ന് പറയാന്ന് വിചാരിച്ചിട്ടാണ്. മാന്യതൊന്നുമല്ല, വീട്ടിലുണ്ടായ ചില കുക്ക് ചെയ്യുന്നുണ്ട്. പാവം കഷ്ടപ്പെടുന്നുണ്ടല്ലേ, അതിന്റെ അധ്വാനങ്ങളൊക്കെ കയ്യില് കാണുന്നു. ഓക്കെ, ഹു എൻജോയ്സ് ഫെയിം മോർ? ഫെയിംസ് ഒക്കെ ഇഷ്ടപ്പെടുന്നതാണ്. അമീൻ ചേട്ടന് ഇഷ്ടമല്ല എന്താ? അമീന് കുറച്ച് എന്താ പറയാ ഒരു ഉൾവലിവുണ്ട്. എനിക്ക് പെട്ടെന്ന് ആൾക്കാർ വന്നിങ്ങനെ ശരിക്കും വർത്താനം പറയുമെങ്കിലും എനിക്ക് പെട്ടെന്ന് ഒരു ക്രൗഡിൽ അത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ. ഇനി പഠിക്കണം. ഇനിയിപ്പൊ സുധീഷ് വൈറലായ പിന്നെ ഇനിയിപ്പൊ എല്ലാ അമ്മമാരും മോനെ ചിലപ്പോ അടിക്കാൻ സാധ്യതയുണ്ട്. മോനെന്നൊന്നും ആയിരിക്കില്ല, ആ കൊച്ചിനെ പറ്റിച്ച് കളഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞു ചോദിക്കും. ഇപ്പൊ ഞങ്ങള് കഴിഞ്ഞ ദിവസമേ കഴിഞ്ഞ ആഴ്ച നമ്മള് എവിടെ പോയത്? ലുലു അല്ല, ഇവിടെ തെന്മല പോയില്ലേ? കോഴിക്കോട് നിന്ന് വന്ന ചേച്ചിമാര് വന്നിട്ട് ആദ്യം വന്നു തന്നെ ചോദിച്ചു നിധി എവിടെ നിന്ന് അന്വേഷിച്ചത്. ഞാനിവിടെ ഉണ്ടല്ലോ. ഏത് നിധി? ഓക്കെ, അപ്പൊ പിന്നെ പറഞ്ഞു ഇന്നത്തെ എന്റെ പ്രൊഫൈല് ചേട്ടനെ അടിക്കുന്നതും കൂടെ രംഗല്ലേ. ഇനിയിപ്പൊ ഇന്നിപ്പോ ഇറങ്ങാൻ സൂക്ഷിച്ചോ. ആ കള്ളത്തിന് പറഞ്ഞിട്ട് ചേട്ടനെ അടിക്കുന്നു. ഇനി മാസ്ക് ഒക്കെ ഇട്ട് നടത്താം. Who reads comments secretly? സീക്രട്ട് ആയിട്ടൊന്നും അങ്ങനെ ഇല്ല. ഏറ്റവും കൂടുതൽ മേക്കപ്പ് അല്ലെങ്കിൽ സ്കിൻ കെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന വ്യക്തി? അതെങ്ങാനും ഇങ്ങനെ വരുമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു. ഞാൻ അതുകൊണ്ടാണ് എനിക്ക് സംശയം വന്നത്. പങ്കെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് സംശയം വന്നത്. സ്കിൻ കെയറും ചെയ്യാറില്ല? ഒന്നും ചെയ്യാറില്ല. ഒന്നും ഇട്ടിട്ടില്ല. പക്ഷെ നാച്ചുറൽ അല്ലേ? അപ്പൊ സീരിയലിലും നിങ്ങൾക്ക് ടച്ചിങ് അങ്ങനെ സീരിയലിലുണ്ടോ? ഓക്കെ, അത് ജസ്റ്റ് ഇങ്ങനെ കളർ കറക്ഷൻ ഒക്കെ ചെയ്ത്. നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ മണ്ടൻ ഓർ മണ്ടത്തി? ആ ചിരി കേട്ടപ്പോ എനിക്ക് തോന്നി എന്തോ ഒരു വള്ളി ക്വസ്റ്റ്യൻ ആണ്. മണ്ടൻ ഓർ മണ്ടത്തി ആരാണ്? അവള് മണ്ടിയാണെങ്കിൽ ഞാൻ മണ്ടൻ. അങ്ങനെ ചോദ്യം ചെയ്ത് മണ്ടൻ ആകപ്പാട് മണ്ടൻ മണ്ടനെങ്കിൽ ഇങ്ങോട്ടേക്ക് കാണിക്കാം, മണ്ടിയെങ്കിൽ ഇങ്ങോട്ടേക്ക് കാണിക്കാലോ. അതിനാണ് മണ്ടൻ ഓർ മണ്ടത്തി എന്ന് വെച്ചത്. ശരിക്കും ഞാനാണ് മണ്ടി, ഈ മണ്ടനെ കെട്ടിയത്. പിന്നെ അങ്ങനെ ഇതില് വലിയ കാര്യം പറയട്ടെ, ഇത് ഞാൻ ഇപ്പൊ ഇറക്കിയ ഉണ്ടായിരുന്നില്ല. ഞാനിപ്പൊ ഇറക്കിയതാ, ഒരു ദിവസത്തിൽ കൂടെ ഇറക്കട്ടെ, മനസ്സിലായി. ഏറ്റവും കൂടുതൽ കള്ളത്തരങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആരാണ് പറയുന്നത്? അട്ട് പിടിക്കാറുമുണ്ട്, ചമ്മാറുമുണ്ട്. അതില്ല, അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. കള്ളത്തരം കാണിക്കാൻ എനിക്ക് കക്കാൻ അറിയില്ലെങ്കിൽ നിക്കാൻ അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് കക്കാനും അറിയില്ല, എനിക്ക് മനസ്സിലാകത്തുമില്ല. ഞാൻ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാൽ എന്റെ മുഖത്ത് ഇങ്ങനെ എഴുതി വെച്ചേക്കാതെ കള്ളത്തരം ഇങ്ങനെ എഴുതി അപ്പൊ തന്നെ വായിച്ചെടുക്കാറുണ്ടല്ലേ? ഓക്കെ, അപ്പൊ 2 ക്വസ്റ്റ്യൻസ് എന്റെ കൈ നിട്ട സ്ഥിതിക്ക് അത് ഇന്നത്തെ സെഗ്മെന്റ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കാരണം സുധീഷ് ആയിട്ട് ഇനി അമീൻ ചേട്ടൻ മാറാനല്ലേ ട്രിവാൻഡ്രം വരെ എത്തേണ്ടതാണ്. ഇനി അപ്കമിങ് മൂവീസ് ഏതൊക്കെയാണ് ചേച്ചിയുടെ? വർക്ക് ചെയ്ത് കുറച്ച് മൂവീസ് റിലീസിനുണ്ട്. ഒന്ന് ധ്യാൻ ചേട്ടന്റെ പ്രോജക്റ്റ് ആണ്. അത് ഇപ്പൊ പേരിട്ടേക്കുന്നത് ഹാപ്പി മാരീഡ് ലൈഫ് എന്നാണ്. അപർണ ദാസ്, ധ്യാൻ ശ്രീനിവാസൻ കോമ്പിനേഷൻ. എനിക്ക് ക്യാരക്ടർ റോളാണ്. നല്ല സബ്ജക്റ്റ് ആട്ടോ, ഒരു ഡാർക്ക് തീമാണ്. അപ്പൊ അത് റിലീസ് ചെയ്യാനുണ്ട്. പിന്നെ ചെറിയ ചെറിയ മൂവീസ് ആണ്. ഒരു സൂപ്പർ സ്റ്റാർ കല്യാണി എന്ന് പറഞ്ഞൊരു മൂവി, ഒരു ഖുഷ്ബു എന്ന് പറഞ്ഞൊരു മൂവി, പണ്ട് ഷൂട്ട് ചെയ്ത മേരി ക്രിസ്മസ് എന്ന് പറഞ്ഞൊരു മൂവി. വേറെ പടങ്ങളുണ്ട്, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. പിന്നെ ഈ വർഷം വർക്ക് ചെയ്ത തമസ് എന്ന് പറഞ്ഞൊരു മൂവി. തമസ് ഷൂട്ട് കഴിഞ്ഞിട്ടില്ല, ഷാജൻ ചേട്ടനൊക്കെ ഉണ്ട് ആ പടത്തില്. പിന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, മറ്റേ ഗൗരി ശങ്കരത്തിലെ മുന്ന ചേട്ടനൊക്കെ ഉള്ളൊരു പടം, അതിന്റെ പേരിട്ടിട്ടില്ല. അപ്പൊ ഒരുപാട് മൂവീസ് ഇപ്പം കഴിഞ്ഞ വർഷം 2025 ഞാൻ വർക്ക് ചെയ്ത ഏറെക്കുറെ
കുറെ മൂവീസ് റിലീസായി ബാക്ക് ടു ബാക്ക് ഇങ്ങനെ റിലീസായി കുറെ പടങ്ങൾ ബാക്ക് ടു ബാക്ക് വന്നു. പ്രൊമോഷൻസ് വീഡിയോസ് അതെ വന്നിരുന്നു. വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. ഈ റിലീസ് ചെയ്യാണ്ട് ഇങ്ങനെ കുറെ പടങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ടെൻഷൻ. എങ്ങനെയാണ് മൂവീസ് ക്യാരക്ടേഴ്സ് ഇപ്പൊ ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. നമ്മൾ നല്ലതായിട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നത് പലതും ആൾക്കാർ ഭയങ്കരമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ഭയങ്കര കോമ്പറ്റീഷൻ കൂടിയിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കും ഭയങ്കര ഈസി ആണ് നിലനിൽക്കാൻ. ഇപ്പം എന്താ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര പാടാണല്ലോ. അപ്പൊ എങ്ങനെ ചേച്ചി ഓരോ ക്യാരക്ടേഴ്സ് ഒക്കെ ചൂസ് ചെയ്യുന്നത്? അതായത് സിനിമയുടെ ഭാഗമാകണമെങ്കിൽ നമ്മളിലേക്ക് എത്തുന്ന ഒരുവിധം നല്ല ക്യാരക്ടേഴ്സ് ഒരുവിധം നല്ല പ്രോജക്ട്സും ഏറ്റെടുത്ത് ചെയ്യാം. അതാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് ഓരോ പ്രോജക്റ്റിൽ നിന്നും ഓരോ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുന്നത്. ചിത്രങ്ങൾ വലുതായിരിക്കാം ചെറുതായിരിക്കാം, അതിൽ ഞാൻ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നമ്മൾ ചെയ്യുന്ന കഥാപാത്രം നമ്മൾ അതിന് എന്തെങ്കിലും കാര്യം പഠിക്കുമായിരിക്കും, എന്തെങ്കിലും ഒരു ചെറിയൊരു സംഗതി നമ്മൾ പോളിഷ് ചെയ്യുമായിരിക്കും, ഇമ്പ്രൂവ് ചെയ്യുമായിരിക്കും. അതിനൊക്കെ ഒരു സ്കോപ്പും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് കണ്ട് മനസ്സിലാക്കി ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഞാനിപ്പം ലീഡ് വന്നാൽ അത് ചെയ്യും, ക്യാരക്ടർ റോൾസ് ചെയ്യും. ചെറിയ പടമായിരിക്കാം, ചിലപ്പോൾ വലിയ പടത്തിൽ ചെറിയ റോളായിരിക്കാം, എന്നാണെങ്കിലും ചെയ്യും. ബിഗ് സ്ക്രീനിന്റെ ഒരു ഭാഗമാകാം. നമുക്ക് ഇതാണ് ഒരു ഓപ്പർച്യൂണിറ്റി, സിനിമയുടെ ഭാഗമാകാൻ കിട്ടുന്ന ഒരു അവസരം ഇതാണ്. അത് കളയാണ്ടിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എല്ലായിടത്തും കാണുന്നത്. മിനി സ്ക്രീനിലായിക്കോട്ടെ, അല്ലെ ടെലിവിഷൻ പ്രോഗ്രാമിലായിക്കോട്ടെ, ഫിലിമിലായിക്കോട്ടെ, ഫോൺ എടുത്താലും ഉണ്ടാവും. മറക്കാൻ പാടില്ലല്ലോ ആൾക്കാർ ഫേസ് മറക്കരുത്. അതുകൊണ്ട് എല്ലാം നിറഞ്ഞ സാന്നിധ്യത്തിൽ മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. ഇപ്പം നമുക്ക് ആക്ച്വലി ഇപ്പം എന്താ പറയുന്നത് മൈക്രോ ഡ്രാമാസ് ഇപ്പൊ ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ ലൈക്ക് പോക്കറ്റ് FM, ബുള്ളറ്റ് FM, കുക്കു FM, അങ്ങനെ കുറെ. ഞാൻ അതിലൊന്നിലും വർക്ക് ചെയ്തു. ഇങ്ങനെ നോക്കുമ്പോ കാണാണ്ടിരിക്കും, അവനെയും കാണണ്ടെന്ന് ഇപ്പൊ സീരിയലാണ് ഫോക്കസ് അല്ലെ? സീരിയൽ ഈ ഒരു സീരിയലിന്റെ എൻഡിന് ശേഷം മൂവിയൊക്കെ പ്രതീക്ഷിക്കാമോ? മൂവിയിലേക്ക് ഇനി ഞാൻ ആക്ച്വലി എല്ലാവരും സീരിയലിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും മൂവി എന്നുള്ള ഒരു ക്രേസോട് കൂടിയിട്ട് തന്നെയാണ് വന്നത്. ഞാനും ആ ഒരു ക്രേസോട് കൂടിയിട്ട് ആ ഒരു പാഷനോട് കൂടിയിട്ട് തന്നെ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ലൈഫ് നമ്മൾ വിചാരിക്കും, കാരണം നമുക്ക് അറിഞ്ഞൂടാ അത് എങ്ങനെ എങ്ങോട്ടാണ് എങ്ങനെയാണ് ഇതിന്റെ പരിപാടികൾ എന്നുള്ളത് അറിഞ്ഞൂടാ. സോ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എടുത്തു വെക്കുന്നു. അത് എടുത്തു വെച്ചതൊക്കെ നല്ലതായിട്ടുണ്ട്. ഇനി ഭാവിയിലും എല്ലാം നല്ലതായിട്ട് തന്നെ നന്നായിട്ട് തന്നെ ഇരിക്കട്ടെ. അപ്പൊ 2026 ഒക്കെ സ്റ്റാർട്ട് ചെയ്തേക്കാം അല്ലെ? അപ്പൊ ഒരുപാട് നല്ല അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടട്ടെ. എന്താ പറയാ, ഈ ചിരിയും ഇടക്കിടക്ക് വഴക്കും അല്ലെ, ഇതൊക്കെ അല്ലേ രസം അല്ലേ? അപ്പൊ ഇതിങ്ങനെ തന്നെ പോട്ടെ. അടിപൊളി വർഷം ആവട്ടെ. നിങ്ങൾ ട്രാവൽ പ്ലാൻസ് ഒക്കെ ഉണ്ട് ഈ വർഷം? പോണം. എബ്രോഡ് ആണോ? ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ഉണ്ട്. എല്ലാം ഒത്തുവന്നാൽ സ്ഥലം പറ്റുമോ? ഞാൻ അതാണ് ചോദിച്ചോണ്ടിരിക്കണേ. ഇവളുടെ കയ്യിൽ തീരുമാനിക്കാൻ വിട്ടു കഴിഞ്ഞാൽ ചിലപ്പോ ഈജിപ്തിലും മരുഭൂമിയോ ഇതൊക്കെ എടുത്തോണ്ട് വരും. ഏറ്റവും ചൂടുള്ള സ്ഥലമൊക്കെ സ്നോഫാളൊക്കെ കാണാൻ പറ്റുമോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച്? ഞാൻ -1 ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ. അതാണ് ഞാൻ ഈ സോളോ ട്രിപ്പ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്. മനസ്സിലായോ? എനിക്ക് തണുപ്പ് തോന്നുമ്പോ എനിക്ക് പോവാം. അത് തണുക്കണേ ഞാൻ ഇറങ്ങൂല എന്ന് പറഞ്ഞിട്ട് സമ്മർ സീസണിൽ പോണ്ട വരും കപ്പിൾ ട്രിപ്പ് അല്ലേ? ഇല്ല, അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഞാൻ അത്രയ്ക്ക് അപ്പൊ അടിപൊളി പോയ എപ്പോഴായിരുന്നു? അത് സ്പ്രിംഗ് ടൈമിലാ പോയല്ലേ? സ്പ്രിംഗ് ടൈമിലാ സമയത്തല്ല പോയത്. ഈ വർഷമൊക്കെ അടിപൊളിയായിട്ട് ട്രിപ്സും കാര്യങ്ങളും. പിന്നെ നിങ്ങളെ രണ്ടുപേരും എപ്പോഴും ഞങ്ങൾ ഇനി സ്ക്രീനിൽ കാണുവാണല്ലോ അല്ലെ? എല്ലാ ദിവസവും രാത്രികളിൽ കാണുന്നുണ്ട്. അതെ. പിന്നെ ഇത് എല്ലാ ചാനലിൽ വെച്ചൊക്കെ ഒന്നെങ്കിൽ ഹോസ്റ്റിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ പടത്തിന്റെ പ്രൊമോഷൻ ഉണ്ടാവും, ഇന്റർവ്യൂ ഉണ്ടാവും. അപ്പൊ എല്ലാം ഇങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. അപ്പൊ ഇനിയും എല്ലാ ആഗ്രഹങ്ങളും ഈശ്വരൻ സാധിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. അടിപൊളി വർഷമാവട്ടെ. നല്ലൊരു അടിപൊളി ഇന്റർവ്യൂ ആയിരുന്നു. നല്ല അടിപൊളിയായിട്ട് ചെയ്തു. ഞങ്ങൾ താങ്ക് യു സോ മച്ച്. അപ്പൊ അതെ, വെറും കൈയോടെ നിങ്ങൾ വിടത്തില്ല. ഈ വർഷത്തെ ആദ്യത്തെ ഗിഫ്റ്റ് ആണോ? ആണോ? അത് എന്റെ കൈ കൊണ്ട്. അത് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എല്ലാവിധ ഐശ്വര്യം ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മുടെ സ്പെഷ്യലി നിങ്ങൾക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു ചെറിയൊരു ഗിഫ്റ്റ് ആണ്. തുറന്നു, അതിനകത്തുണ്ട്. വിശ്വാസമില്ലേ? നോക്കിക്കോട്ടെ. ഇതിങ്ങനെയാ തുറന്നു. ഓക്കെ. നൈസ്.